അന്ത്യപ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകേശം നാം ഏവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ഞങ്ങൾ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞു നടക്കുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ സമസ്തയുടെ ആളുകൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. പക്ഷേ കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് പ്രവാചകന്റെ തിരുകേശമെന്ന് പറഞ്ഞ് അറബിയിൽ നിന്ന് ഒരു വ്യക്തി വന്ന് ഒരു കേശമെന്ന് പറഞ്ഞ് ഒരു വസ്തു നൽകുകയും അത് പ്രവാചകന്റെ തിരുകേശമാണ് ഞങ്ങൾക്ക് കിട്ടിയത് എന്ന് പറഞ്ഞ് നാടുനീളെ പ്രസംഗിച്ചും അതിന്റെ വെള്ളം കൊടുത്തും ജനങ്ങളെ പറ്റിച്ചുകൊണ്ടും അതിന് വേണ്ടിയിട്ട് 40 കോടിയുടെ ഒരു പള്ളി നിർമ്മിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങളുടെ പേരിൽ, പ്രത്യേകിച്ച് സുന്നികളുടെ പേരിൽ ഒരു ഭാഗത്തിറങ്ങിയപ്പോൾ ഇത് യാഥാർത്ഥ്യമെന്തോ എന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വ ബോധം ആധികാരിക മതപണ്ഡിത പ്രസ്ഥാനമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ സമസ്തയുടെ ഊന്നുവടി എന്നറിയപ്പെടുന്ന KSFന്റെ ബാധ്യതയാണ്. ആ ഒരു ബാധ്യത കാസർഗോഡ് ജില്ലയിൽ നിർവഹിക്കുന്നു എന്ന് മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. പ്രവാചക തിരുകേശമെന്ന് പറഞ്ഞ് ഇവിടെ അതിനെക്കുറിച്ച് വിശദീകരിക്കാനൊക്കെയും തന്നെ നേതാക്കളുടെ അവരുടെ സമയം കവർന്നെടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ഒറ്റ കാര്യം മാത്രമേ ഈ പരിപാടിയിൽ കൂടി ആവശ്യപ്പെടുന്നുള്ളൂ. പ്രവാചക തിരുകേശമുണ്ട് എന്ന് പറഞ്ഞ്, അതിന്റെ സനതുണ്ട് എന്ന് പറഞ്ഞ്, അതിന്റെ പരമ്പരയുണ്ട് എന്ന് പറഞ്ഞ് സ്വന്തം സ്ഥാപനത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചു വരുത്തുകയും ഞങ്ങൾ കാണാൻ വേണ്ടി ഞങ്ങളുടെ ആളുകൾ ചെന്നപ്പോൾ അത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയക്കുകയും ചെയ്ത സംഭവം ഉണ്ടായിരിക്കും. ഒരാള് നാളുനീളെ മണിക്കൂറുകളോളം പ്രസംഗിച്ച് നടക്കുന്നുണ്ട്, ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വാ, ഞങ്ങൾ അവിടെ വെച്ച് സ്ഥാപനത്തിൽ വെച്ച് സനത് കാണിച്ചു തരാം. ഇങ്ങനെ ഞങ്ങളുടെ ഓരോ സ്ഥാപനത്തിലേക്കും വാ എന്ന് ലേലം വിളിച്ച് നടക്കുന്നതിന് പകരം സനത് എന്താണ്, എവിടെയാണ് ഉള്ളത് എന്ന് ഒന്ന് വായിച്ച് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തുള്ള മാന്യ വ്യക്തികൾ തയ്യാറാകണമെന്ന് മാത്രമേ ഈ സമയത്ത് സൂചിപ്പിക്കുന്നുള്ളൂ. വേറെ കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ പരിപാടിയുടെ ഭാഗമായി ഈ പരിപാടി നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ വിഭജിത വിഭാഗത്തിന് മറുവിഭാഗത്തിന് എന്തെന്നില്ലാത്ത വെപ്രാളം. നേതാക്കന്മാർക്ക് ഫോൺ കോളുകളാണ്, നിങ്ങൾ അവിടെ വരാൻ വേണ്ടി പാടില്ല, നടത്താൻ വേണ്ടി പാടില്ല എന്ന സംഘാടകർക്കുള്ള ഫോൺ കോളുകൾ. പക്ഷേ SKSFനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഫോൺ കോളുകളും ഭീഷണികളും പുത്തരിയില്ല എന്ന് ഞാൻ ഈ സമയത്ത് സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഈ വരുന്ന ദിവസങ്ങൾക്കകം തന്നെ നിങ്ങൾ ഇതിന് മറുപടി പരിപാടി വെക്കുമെന്ന് ഞങ്ങൾക്കറിയുകയാണ്. അത്തരത്തിലുള്ള ആളുകളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ മറുപടി വെക്കുന്നതിനേക്കാളും മുമ്പ് ഒരു കാര്യം വെല്ലുവിളിയോടുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. മറുപടി വെക്കുന്നതിന് പകരം, അല്ലെങ്കിൽ ഇതിന് പകരമായി പരിപാടി വെക്കുന്നതിന് പകരം ഈ പ്രവാചക തിരുകേശത്തിന്റെ സനതുമായി ബന്ധപ്പെട്ട് പരസ്യമായ സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് വെല്ലുവിളിക്കാൻ വേണ്ടി സമയം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അവിടെയും ഇവിടെയും സനതുണ്ടെന്ന് പറഞ്ഞ് പരമ്പരയുണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നതിന് പകരം നിങ്ങൾ മണിക്കൂറുകളോളം വിപണനത്തിന് വേണ്ടി പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് പ്രസംഗത്തിന്റെ കാസറ്റുകൾ ഇറക്കുന്ന സമയത്ത് 5-10 മിനിറ്റ് മതി നിങ്ങൾക്കതിന്റെ സനത് വായിക്കാൻ വേണ്ടിയിട്ട്. ഇതുവരെയായിട്ട് നിങ്ങൾക്കതിന്റെ സനത് വരെ വായിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതുകൊണ്ട് പരസ്യമായ സംവാദത്തിനാണെങ്കിൽ പരസ്യമായ സംവാദത്തിന്, അതല്ല നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ രഹസ്യമായ സംവാദത്തിനാണെങ്കിൽ രഹസ്യമായ സംവാദത്തിന് ഞങ്ങളുടെ നേതാക്കൾ തയ്യാറാണ്. അതുകൊണ്ട് എവിടെ വെച്ച് എങ്ങനെയാണ് എന്നുള്ള കാര്യം നിങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞാൽ മധ്യസ്ഥന്മാർ മുഖേന ഈ പ്രവാചക തിരുകേശം എന്ന് പറയുന്ന നിങ്ങളുടെ കയ്യിലുള്ള മുടിയുടെ സനതുമായി ബന്ധപ്പെട്ടുള്ള സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ് എന്ന് ഇവിടെ വെച്ച് സൂചിപ്പിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നതിന് എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. وعلى آله وصحبه الفائزين إلى الله. أما بعد فأوصيكم نفسي أولا بتقوى الله. ഉലമാക്കളെ, സാദാത്തുക്കളെ, SKSFന്റെ ഭാരവാഹികളെ, SYSന്റെ ഭാരവാഹികളെ, ബഹുമാനരായ സദസ്യരെ, ഞാൻ ഉദ്ഘാടന കർമ്മം മാത്രം നിർവഹിക്കുകയാണ് ചെയ്യുന്നത്. വിഷയത്തിലേക്കൊന്നും തന്നെ കടന്ന് സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും
അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിൽ തന്നെ പ്രവർത്തിച്ചും ജീവിച്ചും നാം ഇവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനയായ സമർത്ഥ കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ ആശയാദർശങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നാം നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അത് മനസ്സിലാക്കിയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ ഈ കാലഘട്ടത്തിൽ അത് സംരക്ഷിക്കാനുള്ളതായിരിക്കുന്ന ബാധ്യത എല്ലാവർക്കുമുണ്ട്. ആ പ്രവർത്തനങ്ങൾ എല്ലാം സമ്മത്ത മുശാവറയോ അല്ലെങ്കിൽ കീഴടങ്ങളമായിരിക്കുന്ന അതിൻ്റെ ഷൂറായിലോ മറ്റോ എല്ലാം തന്നെ ചർച്ച ചെയ്തുകൊണ്ട് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളിൽ എത്തിക്കുകയാണ് നാം ചെയ്യുന്നത്. പിന്നെ ഇവിടെ നിന്ന് ജനങ്ങളുടെ ഇന്ന് നടക്കുന്ന കാര്യങ്ങളിൽ എല്ലാം തന്നെ നമുക്ക് ദീനിന്റെ യഥാർത്ഥ രൂപത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. ഇന്ന് ഇവിടെ ഒരു ചർച്ചാ വിഷയമായ വിഷയം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുഉപദേശത്തെ സംബന്ധിച്ച് പലരിലും പല ജാതിയിലുള്ള സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ കാര്യത്തിൽ യഥാർത്ഥമായതായിരിക്കുന്ന അതിൻ്റെ ഒരു തെളിവ് കണ്ടെത്താൻ സാധിക്കാത്തതുകൊണ്ട് ആ സംഗതിന്റെ യഥാർത്ഥ രൂപം എന്താണെന്ന് മനസ്സിലായതിന് ശേഷമല്ലാതെ അതുമായി ബന്ധപ്പെടേണ്ടതില്ല എന്ന് സമസ്തയുടെ മുശാവറ തീരുമാനിക്കുകയുണ്ടായി. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഏത് വിഷയത്തിനും ആ വിഷയം നാം പ്രവർത്തിക്കുമ്പോൾ അത് അള്ളാഹുവിന്റെ പൊരുത്തത്തിലാകണം എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും ഉറച്ച വിശ്വാസമുണ്ട്. ഇവിടെ ഇപ്പോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കഴിയിൽ നിങ്ങളെല്ലാ വെള്ളിയാഴ്ചയും കേൾക്കാറുണ്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കഴിയിൽ വന്നപ്പോൾ ആ ചരക്കല്ലുകൾക്കുള്ളതെയും മറ്റുള്ള സഹാബികളുടെയും അടിയിലുള്ളതായിരിക്കുന്ന ഹിജാബിനെ അല്ലാഹു തആല ഉയർത്തി അതിന്റെ തസ്ബീഹ് പ്രത്യക്ഷമായി കേൾക്കുകയുണ്ടായി. അപ്പൊ ആ കല്ലുകൾക്ക് ഒരു ബഹുമാനമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇപ്പൊ ഇന്നൊരാള് ആ ഒരു കല്ലും കൊണ്ടുവന്നു ഏതെങ്കിലും ഒരു കല്ല് കൊണ്ടുവന്ന് ഇത് നബിന്റെ കൈക്കൽ ഒന്ന് തസ്ബീഹിന്റെ കല്ലാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പെട്ടെന്ന് എങ്ങനെ വിശ്വസിക്കും? അതിനൊരു നിവൃത്തിയില്ല. അപ്പോ അത് തെളിയിക്കേണ്ട കടമ ഞങ്ങൾക്കല്ല, അത് കൊണ്ടുവന്ന അതിന്റെ വാദികളാണ് അതിന്റെ തെളിവുകൾ നിരത്തി മറ്റുള്ള ജനങ്ങളുടെ സംശയം തീർക്കേണ്ടത്. അതുകൊണ്ട് ഇതിവിടെ വന്നോടം മുതൽ തന്നെ പലതും കേട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടി ബർക്കത്തിന് വേണ്ടി
ഉപയോഗിക്കുക, അതിൻ്റെ വെള്ളം വിട്ട് കുടിക്കുക, ഇതെല്ലാം നമ്മളിൽ പലയിടത്തും നടക്കുന്നുണ്ട്. ഇപ്പം ഈ എല്ലാ സമയത്തും ഇങ്ങനെ പരസ്യമായി നടത്തുകയല്ലാതെ റബീഉൽ അവ്വൽ 12 ബാഖിയാത്തു സാലിഹാത്തിൽ വെല്ലൂരിൽ കാണിക്കാറുണ്ട്. പക്ഷെ അവിടുത്തെ മുടിയല്ല, ലത്തീഫിയിലാണ് മുടി, അവിടെയാണ് കാണിക്കാറ്. അവിടെ ഒരു മുടിയുണ്ട്. ആരോ ഒന്ന് വന്നിട്ട് നബിന്റെ മുടിയാണെന്ന് പറഞ്ഞിരുന്ന ഒരു മുടി വേറെ ബാഖിയാത്തു സാലിഹാത്തിലുണ്ട്. പക്ഷേ അതിന്റെ സനത് ശരിയാകാത്തത് കൊണ്ട് മഹാന്മാരായിരിക്കുന്ന അവിടുത്തെ ഉലമാക്കൾ അത് പുറത്തു പറയാറോ എടുക്കാറോ ഇല്ല. ഇങ്ങനെ ഒരു സംശയത്തിൽ നബിന്റെ മുടിയാണെന്ന് പറയുന്നതാണെങ്കിൽ അതും പഠിത്തത്തിൽ കൊണ്ടുവരാമല്ലോ. അതവരെന്തുകൊണ്ട് അങ്ങനെ സൂക്ഷിച്ചു ഉണ്ടാതെ ആരോടും പറയാതെ. ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഹസ്രത്ത് റഹ്മത്തുള്ളാഹി നവ്വറല്ലാഹു മർക്കദഹു വറഫഅല്ലാഹു ദറജാതിഹി വനഫഅനാ ബിഹിം മാനവറുകൾ ഒരവസരത്തിൽ ഒരു ചോദ്യം വന്ന് ബംഗളൂരു അടുത്തൊരു സ്ഥലത്ത് അവിടെ ഒരു പെണ്ണ് അഷ്റഫ് വൽക്കിനെ കിനാബ് കണ്ടു ഒരു മുടിയാക്കി കൊടുത്തിരുന്നു. അപ്പം മുമ്പേ ഇത് ജനങ്ങൾ ചിന്തിക്കാറുള്ളതാണ് അതുകൊണ്ട് വല്ലതും പൈസ ആക്കാന്നുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് അതിന് മൂപ്പര് മറുപടി കൊടുത്തത് അതൊന്നും തന്നെ ഒരു പെണ്ണ് കിനാവ് ഉണ്ട് എന്നൊന്നും പറഞ്ഞതുകൊണ്ട് തന്നെ അഷ്റഫ് വൽക്കിന്റെ മുടിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ആ മുടി അഷ്റഫ് വൽക്കിനെ തന്നെ ഇന്ന് വഫാത്തായപ്പോൾ പിന്നെ ഇവിടുന്ന് മറവ് ചെയ്ത് ബഹുമാനപ്പെട്ട ഖബർ ഷരീഫിൽ തന്നെ വെക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അങ്ങനെ ഒരു മുടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മറയേണ്ടതാണ് എന്നായിരുന്നു പറയുന്ന മറുപടി കൊടുത്തത്. അപ്പോ നമ്മൾ മാത്രമല്ല, ഷെയ്ഖാദം ഹസ്രത്ത് വരെ അവിടെയുള്ള ഉലമാക്കൾ വരെ ഒരു ശരിയായതായിരിക്കുന്ന സനത് എന്ന് പറഞ്ഞാൽ കുറെ ആളെ പേരിങ്ങനെ വായിച്ചാൽ സനതല്ല. അതിന്റെ ശരിയായ സനദിലെ കുറെ ആളുകളെ വിവരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ ആളുകൾക്കുള്ളതായിരിക്കുന്ന താരീഖ് മനസ്സിലാക്കണം. ഈ ആളുകളെല്ലാം വായിക്കപ്പെടുന്ന ആളുകളെല്ലാം തന്നെ എന്താണ് അവരവസ്ഥ, അവരെല്ലാം സ്വീകാര്യയോഗ്യമാണോ? ഇത് ഒരു ഹദീസ് ശരിയാണെന്ന് വെക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട ഹദീസിന്റെ ഇമാം ബുഖാരിയെ പോലുള്ളതായിരിക്കുന്ന മഹാന്മാരായ ആളുകൾ അതിന്റെ സനത് മനസ്സിലാക്കാൻ മാസത്തോളം സഞ്ചരിച്ചു എന്നെല്ലാം നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ശരിയായ നിലക്കുള്ള അത് കിട്ടുന്നത് വരെ അത് നമ്മളതുമായി അടുക്കേണ്ടതില്ല, വിട്ടു നിൽക്കേണ്ടതാണ് എന്ന് സമർത്ഥമാറ്റി മുഷാവറയും തെളിവുറ്റിയാൽ നമുക്ക് തർക്കമില്ല. തെളിവ് എന്ന് പറഞ്ഞാൽ കുറെ ആളെ പേര് വായിച്ച് സന്നദ്ധാന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാൻ മതിയാവും. അത് സ്വീകരിക്കാൻ മതിയാവുന്ന ഒന്നല്ല. സ്വീകരിക്കണമെങ്കിൽ ആ സനദിലുള്ള ആളുകൾക്കുള്ളതായ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അവരെല്ലാം വിശ്വാസയോഗ്യന്മാരാണ്, അതിന് പറ്റിയ ആളുകളാണ് എന്നുള്ള നിലക്ക് അത് സ്ഥിരപ്പെടണം. അപ്പോഴേ ഒരു ഹദീസ് സഹിയാവും. എന്ന പോലെ തന്നെ ഇതിന്റെ സനദിൽ ശരിയായതായിരിക്കുന്ന നിലക്ക് ആ നിലക്ക് മനസ്സിലാക്കിക്കൊണ്ട് ആളുകൾ അതിലുള്ളതായ റിപ്പോർട്ടർമാർ ആരൊക്കെയാണോ അതെല്ലാം തന്നെ മനസ്സിലാക്കി പഠിച്ചതിന് അതിനെ സംബന്ധിച്ച് ചെയ്തു വെക്കാൻ പറ്റുകയുള്ളൂ. ഇത്രേ ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഞാൻ നീട്ടിയൊന്നും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് വിവരിക്കാൻ മഹാന്മാരായിരിക്കുന്ന ഉലമാക്കൾ ഇവിടെയുണ്ട്. അവരത് വേണ്ടതുപോലെ സംസാരിച്ചുകൊണ്ട് മനസ്സിലാക്കിത്തരും. ഞാൻ എൻ്റെ സംസാരം തൽക്കാലം നിർത്തിവെക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൂടലും പിരിയലും എല്ലാം അവന്റെ പൊരുത്തത്തിലാക്കി തരട്ടെ. അവന്റെ പൊരുത്തത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മളെ